ഡിവിഷനിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകി. കരുനാഗപ്പള്ളി 23-ാം ഡിവിഷനിലാണ് മുഴുവൻ പേർക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കരുനാഗപ്പള്ളി നഗരസഭയിലെ 23-ാം ഡിവിഷനിലാണ് മുഴുവൻ പേർക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഡിവിഷൻ അംഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണക്കിറ്റുകളുടെ വിതരണം. ഡിവിഷനിലെ 500ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ സമ്മാനിച്ചത്. CR മഹേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കിത് വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്നതിന്റെ ഇരട്ടി സന്തോഷമാണ് നമ്മൾ കൊടുക്കുമ്പോൾ. അങ്ങനെ കൊടുത്ത് ശീലിച്ചാൽ, അങ്ങനെ ശീലമാക്കിയാൽ, അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കി കൊടുക്കണമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. എന്തിനാണ് നമുക്കിതെല്ലാം കൂടി? ഇത് ജീവിക്കുന്നതിന്, നമുക്ക് ജീവിച്ചാൽ മതി. ജീവിക്കുന്നതിന് ഇത്രയേറെ വസ്തുക്കൾ വേണ്ട, വലിയ വീടുകൾ വേണ്ട, ഇത്രയേറെ സ്വർണം ശരീരത്തിൽ അണിയേണ്ടുന്ന ആവശ്യമില്ല, ഇത്രയും വില കൂടിയ ഡ്രസ്സുകൾ ഇടണമെന്നില്ല, ഇത്രയും വില കൂടിയ ചെരുപ്പുകൾ ധരിക്കണമെന്നില്ല, വലിയ വില കൂടിയ വാച്ചുകൾ വേണമെന്നില്ല. ഇതെല്ലാം പരിമിതിപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ പരിമിതപ്പെടുത്തുന്നവരോടൊപ്പം ദൈവമുണ്ടാകും. അവിടെയാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാതെ നമ്മൾ ശാസ്താവിനെ അദ്ദേഹം ഇരുന്നുറങ്ങുന്ന സമയത്ത്, കിടന്നുറങ്ങുന്ന സമയത്ത് വെളുപ്പിന് 5 മണിക്ക് വന്ന് വിളിച്ചുണർത്തി ഈ നാട്ടിലുള്ള മുഴുവൻ കൊതിയും ഞൊണയും ഭാരതപ്പും ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചൊരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് സ്നേഹമായിരിക്കും. ഒരു ചിരി കൊടുത്താലും മതി. പ്രായമുള്ള ആളുകളെ കാണുമ്പോഴും ചിരിക്കുക, അവരുടെ ചുക്കുചുളുങ്ങിയ തൊലിപ്പുറത്ത് നിന്ന് തലോടുക, അവരുടെ വിശേഷം ചോദിക്കുക. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ കണ്ടെത്തി അവരോടൊപ്പം നിൽക്കുക. കൗൺസിലർ ബിദുല തുളസി അധ്യക്ഷത വഹിച്ചു. തയ്യിൽ തുളസി സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ ഓണ സന്ദേശം നൽകി. വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ, ആശാപ്രവർത്തക വിജയലക്ഷ്മി, അംഗനവാടി അധ്യാപിക ലേഖ, CDS അംഗം ശൈല വർഗീസ്, പ്രസാദ് ഉമ്മൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.